വിജയുടെ കരിയറിൽ 50-ാം ചിത്രം ഓരോ വിജയ് ഫാനും മറക്കാൻ നോക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന്. അതെ, നമ്മൾ പറയുന്നത് സൂറയെക്കുറിച്ചാണ്. എങ്ങനെ സൂറ ഒരു കാട്ടാവരാത്ത മൂവി ആകുന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗോ ടു ദ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂംസ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. സൂറ ചിത്രത്തിൻ്റെ വലിയ പരാജയത്തിന് കാരണം 100% ഡയറക്ടർ ഫെയിലിയർ ആണ്. സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന കാര്യം വെറുപ്പുളവാക്കുന്ന ദുരന്തമായ സ്ക്രീൻ പ്ലേ ആണ്. ഒരു സീനും അടുത്ത സീനും യാതൊരു കണക്ഷനും ഇല്ലാണ്ട് തോന്നിയ രീതിയിലേക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ച പോലെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരക്ടർ പോലും നല്ലതെന്ന് പറയാൻ പറ്റില്ല. വിജയുടെ ക്യാരക്ടർ പോലും വിജയ് ചെയ്തതിൽ ഏറ്റവും മോശം ക്യാരക്ടറാണ്. നായിക തമന്ന ക്യാരക്ടറൊക്കെ എന്ത് തേങ്ങയ്ക്കാണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല. വില്ലന്മാർ അടിപൊളി കോമാളികളുമാണ്. സ്ക്രീൻ പ്ലേ മൂഞ്ചൽ, ക്യാരക്ടേഴ്സ് മൂഞ്ചൽ, പിന്നെ അങ്ങനെ ഒരു പടം ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ശരി, ഇത് ബോറാണെങ്കിൽ പിന്നെയും ബോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇതിൽ ഡയലോഗ്സ്, അതും വിജയുടെ ക്യാരക്ടറിനെ എലിവേറ്റ് ഉപയോഗിക്കുന്ന വളരെ വൃത്തിയായിട്ട് ഡയലോഗ്സ് ഉണ്ട്. ഇവ നടന്നു വന്ന സുനാമി വരും, ഭൂകമ്പം വരും എന്നൊക്കെ പറയുന്ന ഡയലോഗ് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഡയലോഗ് പറയുന്ന പോലുള്ള സീൻസ് വിജയനെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ ഇറിറ്റേഷനാണ് ആകുന്നത്. ഡയലോഗ്സ് പോലെ തന്നെ ഈ പടത്തിലെ ഏറ്റവും അലമ്പ് സീൻ എന്ന് പറയപ്പെടുന്ന രംഗമാണ് വിജയുടെ ഇൻട്രോ സീന്. ഡയറക്ടർ ഇതൊക്കെ എങ്ങനെ ആലോചിച്ച് എഴുതിയാവോ? വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന രീതിയിലുള്ളൊരു ഇൻട്രോ. മസാല പടങ്ങളിൽ ലോജിക്ക് നോക്കാൻ പാടില്ല, അത് ശരി തന്നെ. പക്ഷെ അത് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഈ സീന് 2024 തെലുങ്ക് പടത്തിലുണ്ട് എന്നതാണ്. അതുപോലെ ഒരുപാട് സൂപ്പർ പവർ രീതിയിലുള്ള കോമഡിയാന്ന് പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ വൻ അസഹനീയമാണ് ഇതിലെ സീൻസ്. സൂറ ചിത്രത്തിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഏകദേശം 2014 റിലീസായ വിജയുടെ കത്തി മൂവിയായിട്ട് സിമിലർ ആണ്. ഒരു പൊട്ട സ്ക്രിപ്റ്റിനെ മോശമാക്കി എടുക്കാനും പറ്റും, നന്നാക്കി എടുക്കാനും പറ്റും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കത്തിയും സൂറയും. കത്തിയുടെ ടീസർ ഇറങ്ങിയപ്പോൾ എല്ലാവരും സൂറ 2 എന്ന് പറഞ്ഞാണ് ട്രോളിക്കൊണ്ടിരുന്നത്. പക്ഷെ കത്തിയിൽ ഡയറക്ടർ ഒരു ഗോട്ടാണ്. സത്യത്തിൽ ഇവിടെ വിജയ് കാണിച്ചത് ഒരു വമ്പൻ മാസാണ്. തൻ്റെ 50-ാം ചിത്രം ഒരു റോൾ മെറ്റീരിയൽ മൂവിയായി വന്ന അതേപോലെ ഒരു സിമിലർ സ്റ്റോറി എടുത്തിട്ട് കളിയാക്കവരെ കൊണ്ട് എല്ലാം തന്നെ വായടപ്പിച്ചു ആണ് വിട്ടത്. അപ്പോൾ നമുക്ക് ബാക്ക് ടു സൂറയിലോട്ട് തന്നെ പോകാം. സൂറ മൂവിയിലെ ഫൈറ്റ് സീൻസും അൾട്രാ വേസ്റ്റ് ഫൈറ്റുകളാണ്. എല്ലാം തന്നെ കോമഡി ഐറ്റങ്ങളാണ്. അങ്ങനെ മൊത്തത്തിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാണ്ട്, ഒരു ഐമൂവ്മെൻറ്റും ഇല്ലാണ്ട് കണ്ടിരിക്കാനും പറ്റാത്തൊരു പടമാണ് സൂറ. എനിക്കെന്നതിൽ 2 കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പടത്തിൽ പോസിറ്റീവോ ആരാടെന്ന് ഞാൻ തോന്നണ്ട, ഞാൻ പറയുന്നത് കേട്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഈ സിനിമയിൽ വിജയുടെ ഒരു കോർട്ട് സീനുണ്ട്. അതിൽ വിജയ് ജഡ്ജിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടു, പിന്നീട് അങ്ങനെ കുറ്റവാളി അല്ല എന്ന് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കുറ്റവാളി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച പോലെ നിരപരാധിയാണെന്ന് പറഞ്ഞ് നോട്ടീസ് എടുത്ത് ഒട്ടിക്കുകയോ, റിമാൻഡ് ചെയ്ത് കഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ തിരിച്ചു കിട്ടുമോ, കുടുംബത്തിനുണ്ടായ നാണക്കേട്, പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ജോലി കിട്ടുമോ, ജീവിതം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞൊരു കോഡ് സീനുണ്ട്. ദിസ് ഈസ് എ ഗ്രേറ്റസ്റ്റ് സീൻ ഓഫ് സൂറ മൂവി. പടം ഒരു ദുരന്തമായത് കൊണ്ട് മാത്രം ആരും പറഞ്ഞു കേട്ടുള്ള സീനാണിത്. ഈ ഡയലോഗ്സ് എല്ലാ കാലത്തും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെസ്സേജാണ്. അതുപോലെ എനിക്ക് രണ്ടാമത്തെ പോസിറ്റീവ് സോങ്സ് തന്നെയാണ് കേട്ടോ. അടിപൊളി സോങ്സ് ആണ് എല്ലാതും. പ്രത്യേകിച്ച് തഞ്ചാവൂർ ജില്ലക്കാരുടെ സോങ്ങും അതിൽ കൊറിയോഗ്രാഫിയൊക്കെ കിട്ടിയിട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷനായി വരുന്ന നമ്മുടെ ബോക്സ് ഓഫീസ് അനലൈസിസ് സൂറ. ഈ പടം ബോക്സ് ഓഫീസിൽ വലിയൊരു ഡിസാസ്റ്ററാണ്. വിജയുടെ കരിയറിൽ ഏറ്റവും വലിയ ഡിസാസ്റ്റർ മൂവി ഇൻ ബോക്സ് ഓഫീസ് ആണ് ഈ സൂറ. അതുപോലെ വേറൊരു പ്രത്യേകത കൂടി ചെയ്തിട്ടുണ്ട് ഇതിന്. സൂറയാണ് വിജയുടെ കരിയറിൽ ലാസ്റ്റ് ഡിസാസ്റ്റർ വെർഡിക്റ്റ് കിട്ടിയ പടം. പിന്നീട് ഡിസാസ്റ്റർ വെർഡിക്റ്റ് BO വൈസ് ഒരു വിജയ പടത്തിന് വന്നിട്ടില്ല. അപ്പോൾ ഡിസാസ്റ്റർ വെർഡിക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കാര്യം പറയാം. ബോക്സ് ഓഫീസിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് ഒരു ലിസ്റ്റ് ഉണ്ട് നമ്മുടെ മൂവീസിന്. ബ്ലോക്ക് ബസ്റ്ററാണ് ഫസ്റ്റ് വരിക, അതിന് താഴെ സൂപ്പർ ഹിറ്റ്, അതിന് താഴെ ഹിറ്റ്, കുറച്ച് താഴെ എബോ ആവറേജ്, അത് കഴിഞ്ഞ് ആവറേജ്, പിന്നെ താഴെ ബിലോ ആവറേജ്, പിന്നെ ഫ്ലോപ്പും, ഏറ്റവും ലാസ്റ്റാണ് ഡിസാസ്റ്റർ എന്ന വെർഡിക്റ്റ് വരുന്നത്. മറ്റുള്ള നടന്മാർക്ക് എല്ലാം 50-ാമത്തെ പടം നന്നാകുമ്പോൾ വിജയ്ക്ക് മാത്രമാണ് നല്ലൊരു മോശം പടം കിട്ടിയത്. അവിടെ കിട്ടിയൊരു ആശയമായിരിക്കാം പിന്നീട് ഇപ്പോൾ കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർത്തിലോട്ട് വിജയ് പോയിട്ടുണ്ടാകുക. വിജയ് ട്രാൻസ്ഫോർമേഷൻ തന്നെ അതായിരിക്കും കാരണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൂറ എന്ന മൂവി പറ്റി തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ഞായറാഴ്ച നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്ന ലിയോ 2 സീരീസ് സ്റ്റോറി എപ്പിസോഡ് 1 വരുന്നത് കൃത്യം 11 മണിക്കാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി